ഓം ശ്രീമാത്രേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 132 നാമമന്ത്രമായ നിരാധാര തുടങ്ങി 139 നാമമന്ത്രമായ നിർഗുണ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അമ്മയുടെ നിർഗുണ ധ്യാനരൂപത്തെ കുറിച്ചിട്ടാണ് അതിൽ വർണ്ണിച്ചിട്ടുള്ളത്. ഇനി 140 മുതൽ 147 വരെയുള്ള നാമമന്ത്രങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിലും അതേപോലെ തന്നെ നിർഗുണ ധ്യാനരൂപത്തെ കുറിച്ചിട്ടാണ് വശിന്യാദി ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ 140 നാമമന്ത്രം നിഷ്കല. ഈ മന്ത്രം പിരിക്കുമ്പോൾ കലാ നിഷ്കല. ഇവിടെ ശരിക്കും നിഷ്കല എന്നാണ്. നീ കഴിഞ്ഞ് വിസർഗം പിന്നെ കല. അപ്പോൾ ഇവിടെ വിസർഗം കഴിഞ്ഞിട്ട് വ്യഞ്ജനാക്ഷരമായ കാ വരുന്നത് കൊണ്ട് ഇങ്ങനെ വിസർഗ സന്ധി വരുമ്പോൾ സംസ്കൃതത്തിൽ സാ ഷാ പോലൊരു ശബ്ദം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിഷ്കല എന്ന് വന്നിട്ടുള്ളത്. ഈ മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം അമ്മ കലകൾ ഇല്ലാത്തവൾ, അതായത് അവയവങ്ങൾ ഇല്ലാത്തവൾ എന്നാണ്. അമ്മ നിരാകാരയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്, രൂപമില്ലാത്തവളാണെന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. മുഖ കരചരണാദികളില്ലാതെ ഈശ്വര സങ്കല്പത്തെ ധ്യാനിക്കുന്ന ആ ധ്യാനത്തിന് നിഷ്കള ധ്യാനം എന്ന് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി 141 നാമമന്ത്രം ശാന്ത. ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശാന്ത എന്ന് ചൊല്ലാറുണ്ട് നമ്മൾ സ്വാഭാവികമായി പറയുന്ന രീതിയിൽ. അത് ചന്ദനത്തിൻ്റെ ദായാണ് ഇവിടെ. ശാന്ത അതല്ല ഇവിടെ. ഇവിടെ നാ പ്ലസ് തായാണ്. ശാന്ത പന്തം എന്നുള്ള ആ തായാണ് ഇവിടെ. ശാന്ത എന്ന് നീട്ടേണ്ടതാണ്. നേരത്തെ നിഷ്കല എന്ന് നീട്ടിയതുപോലെ തന്നെ ഈ മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം ശാന്തമൂർത്തിയായവൾ. ഇനി 142 നാമമന്ത്രം നിഷ്കാമ. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ നിഷ്കാമ. വിസർഗം കഴിഞ്ഞ് വ്യഞ്ജനാക്ഷരം വരുന്നത് കൊണ്ട് സ ഷ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് നിഷ്കാമ. പദച്ഛേദം ചെയ്യുമ്പോൾ കാമ നിഷ്കാമ. ശരിക്കും ആഗ്രഹങ്ങൾ ഇല്ലാത്തവൾ, കാമമില്ലാത്തവൾ. തൻ്റെ ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന അമ്മയ്ക്ക് ആഗ്രഹങ്ങളില്ല എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അതാണ് നിഷ്കാമ. അല്ലെങ്കിൽ ദേവി കാമങ്ങൾക്ക് വിധേയയല്ല എന്നൊരു ധ്വനി കൂടി ഇതിൻ്റെ കൂടെയുണ്ട്. ഇനി 143 നാമമന്ത്രം നിരുപപ്ലവ. പദച്ഛേദം ചെയ്യുമ്പോൾ ഉപപ്ലവ, നിരുപപ്ലവ. ഇവിടെ നി ഉപപ്ലവ എന്നാണ്. അപ്പോൾ വിസർഗം കഴിഞ്ഞിട്ട് സ്വരാക്ഷരം വരുന്നത് കൊണ്ട് അവിടെ ഋ അല്ലെങ്കിൽ ഋ വരും എന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ നിരുപപ്ലവ. ഇതിൽ ചൊല്ലുമ്പോൾ തെറ്റാൻ സാധ്യതയുള്ളത് നിരുപപ്ലവ എന്ന് ചൊല്ലാറുണ്ട്. നിരുപപ്ലവ അങ്ങനെ ചൊല്ലിയാൽ ശരിയാവില്ല. നിരുപപ്ലവയാണ്. നിരുപപ്ലവ എന്ന് നീട്ടിയിട്ടാണ് ഇത് ഉച്ചരിക്കേണ്ടത്. ഉപപ്ലവം എന്നാൽ നാശം, നിരുപപ്ലവ എന്നാൽ നാശമില്ലാത്തവൾ. അപ്പം അതുകൊണ്ട് അയോനിജയായ അമ്മയ്ക്ക് നാശമില്ല എന്നാണ് ഇവിടെ വശിന്യാദി വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത്. 144 നാമമന്ത്രം നിത്യമുക്ത. പദച്ഛേദം ചെയ്യുമ്പോൾ മുക്ത, നിത്യമുക്ത. ഇവിടെ കീത്ത എന്നുള്ളത് ശരിക്കും കേൾക്കണം. എങ്കിൽ മാത്രമേ ശരിക്കും മന്ത്രസ്പന്ദനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. മലയാളത്തിലാണെങ്കിൽ നമ്മൾ നിത്യമുക്ത, ഇവിടെ ക് കേൾക്കാതെ നിത്യമുക്ത എന്നാണ് പുറത്തേക്ക് കേൾക്കുന്നത്. അപ്പം നമ്മൾ ഒരാളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, പക്ഷെ പുറത്തേക്ക് വന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ശരിക്കും നിത്യമുക്ത എന്ന് തന്നെ ചൊല്ലിപ്പോകുക. അപ്പം അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഭക്തന്മാരെ ശാശ്വതമായ മുക്തിയിൽ എത്തിക്കുന്നവൾ എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. നിത്യമുക്ത എന്ന് നീട്ടേണ്ടതാണ്. ഇനി 145 നാമമന്ത്രം
നിർവികാര. പദച്ഛേദം ചെയ്യുമ്പോൾ വികാര, നിർവികാര. ഇവിടെ നിവികാര എന്നാണ്. അപ്പോൾ വിസർഗം കഴിഞ്ഞിട്ട് വാ വരുന്നത് കൊണ്ട് അവിടെ ഇർ ആണ് വരിക. പക്ഷേ വാ എന്നുള്ള അക്ഷരം ഒന്ന് ദ്വിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ നിർവികാര. നമ്മുടെ കീഴ്ചുണ്ട് മുകളിലത്തെ പല്ലിൽ വെച്ചുകൊണ്ട് അമർത്തിക്കൊണ്ടാണ് നിർവികാര എന്ന് ഉച്ചരിക്കേണ്ടത്. ഇവിടെ അമ്മ വികാരങ്ങൾക്ക് അതീതയാണ്, അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് അതീതയാണ് എന്നാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. ഇനി 146 നാമമന്ത്രം. നിഷ്പ്രപഞ്ച. പദം പിരിക്കുമ്പോൾ പ്രപഞ്ച, നിഷ്പ്രപഞ്ച. ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് നിപ്രപഞ്ച. ഇവിടെ വ്യഞ്ജനാക്ഷരം വരുന്നത് കൊണ്ട് ഷ് ചേർത്തിട്ടുണ്ട്. പിന്നെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രപഞ്ച, പ്രപഞ്ച എന്ന് ചൊല്ലരുത്. നിഷ്പ്രപഞ്ച എന്ന് ചൊല്ലിപ്പോരുത്. ഞാ ജായ് അല്ല, ഇവിടെ ഞാ ചായാണ്. ഞാ പ്ലസ് ചായാണ്. നിഷ്പ്രപഞ്ച എന്ന് നീട്ടേണ്ടതാണ്. അപ്പം ഇങ്ങനെയൊക്കെ മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചിട്ടാണ് ഉച്ചരിക്കേണ്ടത്. എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച ആ ഫലം കിട്ടുള്ളൂ. അപ്പോൾ നിഷ്പ്രപഞ്ച നീട്ടേണ്ടതാണ്. പ്രപഞ്ചത്തിന് ആധാരം പരാശക്തിയായ ആ ദേവിയാണ്. അതുകൊണ്ട് അമ്മ പ്രപഞ്ചമില്ലാത്തവൾ എന്നാണ് നിഷ്പ്രപഞ്ച എന്ന മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം. അപ്പം അമ്മയ്ക്ക് പ്രപഞ്ചമില്ല, അമ്മ തന്നെയാണ് പ്രപഞ്ചത്തിന് ആധാരം. അതാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. ഇനി 147 നാമമന്ത്രം. നിരാശ്രയ. ഇതും ഇതുപോലെ തന്നെയാണ്. നി ആശ്രയ. വിസർഗം കഴിഞ്ഞിട്ട് സ്വരാക്ഷരം വരുന്നത് കൊണ്ട് രാ വരും, അല്ലെങ്കിൽ ഋ വരും. അതാണ് നിരാശ്രയ എന്ന് ചൊല്ലിയിട്ടുള്ളത്. ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. നിരാശ്രയ എന്ന് ചൊല്ലിപ്പോകരുത്, നിരാശ്രയ എന്ന് വരണം. അതുകൊണ്ട് പദച്ഛേദം ചെയ്തിട്ട് ആ മുകളിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജപിക്കുക. നിരാശ്രയ എന്ന് നീട്ടേണ്ടതാണ്. ഈ മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം സർവ്വതിനും ആശ്രയമായവൾ, അല്ലെങ്കിൽ ആശ്രയമില്ലാത്തവൾ. സർവത്തിനും ആശ്രയമായ ആ ലോകമാതാവിന് ആശ്രയമായി മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് അമ്മ നിരാശ്രയയാണ്. അപ്പോൾ നിരാശ്രയയായ ആ മഹാദേവി നമുക്കെല്ലാവർക്കും ആശ്രയം തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് മഹാദേവിയോട് പ്രാർത്ഥിക്കുന്നു. ഓം നിരാശ്രയായൈ നമഃ.